ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476976. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴയിൽ കാട്ടാനകളെ തുരത്താൻ കിടങ്ങ് നിർമ്മിക്കാൻ വളയിട്ട കൈകളുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. 80 സ്ത്രീ തൊഴിലാളികളാണ് കിടങ്ങ് നിർമ്മാണത്തിന് രംഗത്തെത്തിയത്. അഞ്ചൽ സെന്റ് ജോൺസ് സെൻട്രൽ സ്കൂളിന്റെ ബസ്സുകൾ ABVP പ്രവർത്തകർ തടഞ്ഞു. സ്കൂൾ ബസ്സിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. കിഴക്കൻ മലയോര മേഖലയിൽ വൈദ്യുത മുടക്കം പതിവാകുന്നു. ഇരുളൻകാട് നിവാസികൾ തെന്മല KSEB സെക്ഷൻ ഓഫീസിൽ എത്തി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി.
പുനലൂർ സ്വദേശികളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട മലയാള ചലച്ചിത്രം അവൾ വന്നതിനു ശേഷം എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ ജൂലൈ 3 പുനലൂർ തായലക്ഷ്മിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനലൂർ സ്വദേശികളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട മലയാള ചലച്ചിത്രം അവൾ വന്നതിനു ശേഷം എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ ജൂലൈ 3 പുനലൂർ തായലക്ഷ്മിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെക്നിക്കലി ഇതിന്റെ സിനിമ മേഖലയിൽ ഇതിന്റെ ഡയറക്ടറും അതുപോലെ പ്രൊഡ്യൂസർ പുനലൂരുകാരനാണ്. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, മാനേജേഴ്സ്, അങ്ങനെ എല്ലാ തലത്തിലുള്ള പുനലൂരിൻ്റെ ഒരു സിനിമ എന്നുള്ള നിലയിൽ നമ്മൾ പുനലൂർ തായലക്ഷ്മിയിൽ ജൂലൈ 3 മുതൽ ഒരു സ്പെഷ്യൽ പ്രിവ്യൂ ഷോ നമ്മൾ നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലെ ബേബി നയൻതാര എന്ന് പറയുന്ന ഒരു കുട്ടി, അതായത് നമ്മുടെ കുട്ടിയുടെ 30ാമത്തെ ചിത്രമാണ് ഈ നമ്മുടെ അവൾ വന്നതിന് ശേഷം എന്ന് പറയുന്ന സിനിമ. പ്രിവ്യൂ ഷോയുടെ ആദ്യ ടിക്കറ്റ് വിൽപ്പനയും ട്രെയിലറിന്റെയും ഗാനങ്ങളുടെയും പ്രദർശനവും വ്യാഴാഴ്ച വൈകിട്ട് 4 പുനലൂർ രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിക്കും. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ആദ്യ ടിക്കറ്റ് വിൽപ്പന നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ നടനും തിരക്കഥാകൃത്തുമായ മനേഷ് കുറുപ്പ്, നടൻ സതീഷ് വെട്ടിക്കവല, ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം. പ്രസിഡന്റായി അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ പുനലൂർ ബാർ അസോസിയേഷൻ ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 2 മണിയോടെ വോട്ടെടുപ്പ് സമാപിച്ചു. പുനലൂർ ബാറിലെ അഭിഭാഷകനായ Y ജോയിക്കുട്ടിയായിരുന്നു വരണാധികാരി. 219 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 3 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. UDF പാനലിൽ മത്സരിച്ച അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജോൺസൺ കളപ്പില സെക്രട്ടറി സ്ഥാനത്തേക്കും വിജയിച്ചു. അതേസമയം LDF പാനലിൽ മത്സരിച്ച അഡ്വക്കേറ്റ് രാജൻ NJ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു. അഭിഭാഷകരായ സാബു, ബിജു, അനിൽകുമാർ B, ജോസ്കുട്ടി, പ്രശാന്ത്, രശ്മി, ഷിബു, ഗ്രീഷ്മ പ്രകാശം എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ഇതിൽ സാബു, അനിൽകുമാർ, പ്രശാന്ത്, രശ്മി, ഗ്രീഷ്മ പ്രകാശം എന്നിവർ LDF പാനലിൽ നിന്നാണ് വിജയിച്ചത്. ഗ്രീഷ്മ പ്രകാശവും UDF പ്രതിനിധി മഞ്ജുവും തുല്യരായപ്പോൾ ടോസിംഗിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. ലൈവ് വാർത്ത, പുനലൂർ. R ബാലകൃഷ്ണപിള്ള തന്റെ പിറകെ നടന്ന് തന്നെ വേട്ടയാടുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അച്ചൻകോവിൽ അജിത് കുമാർ. നിന്ദ്യഭാഷയിൽ ആക്ഷേപം ചൊരിയാൻ പിള്ളയ്ക്ക് യാതൊരു മടിയുമില്ലെന്നും അജിത് കുമാർ. 2003 R ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോൾ താൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനോട് താൻ പൂർണ്ണമായും യോജിക്കുകയാണ്. അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ യാതൊരു ലജ്ജയുമില്ലാത്ത R ബാലകൃഷ്ണപിള്ള അർത്ഥശൂന്യമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും അജിത് കുമാർ പറഞ്ഞു. നിന്ദ്യഭാഷയിൽ ആക്ഷേപം ചൊരിയാനും പിള്ളയ്ക്ക് യാതൊരു മടിയുമില്ല. മകൻ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ ഓഫീസിൽ മുഴുവൻ അഴിമതിക്കാരനെന്ന് പിള്ള പറഞ്ഞിരുന്നു. അന്നൊക്കെ താൻ ഏറ്റുവാങ്ങിയ അപമാനം വളരെ വലുതായിരുന്നുവെന്നും അജിത് കുമാർ സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴയിൽ കാട്ടാനകളെ തുരത്താൻ വളയിട്ട കൈകളാൽ കിടങ്ങു നിർമ്മിച്ച തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ രംഗത്ത്. 80 സ്ത്രീ തൊഴിലാളികളാണ് കിടങ്ങു നിർമ്മാണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കാട്ടാനയെ തുരത്താൻ വനം വകുപ്പ് അധികൃതർ പരാജയപ്പെട്ടിടത്ത് കിടങ്ങ് നിർമ്മിച്ച് വനാതിർത്തിയിലുള്ളവർക്ക് സംരക്ഷണം നൽകാൻ രംഗത്തു വന്നിട്ടുള്ളത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം തൊഴിലുറപ്പ് പ്രവർത്തകരാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കല്ലുവെട്ടാങ്കുഴി വനമേഖലയിലാണ് സ്ത്രീ തൊഴിലാളികൾ കിടങ്ങ് നിർമ്മിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചൽ റേഞ്ചിലെ കല്ലുവെട്ടാങ്കുഴി വനമേഖലയിൽ നടന്നുവരുന്ന കിടങ്ങ് നിർമ്മാണത്തിന് 80ഓളം സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് സഹായത്തിന് 3 പുരുഷന്മാരും സംഘത്തിലുണ്ട്. കല്ലുകളും മരത്തിന്റെ വേരുകളും മറ്റും കിടങ്ങ് നിർമ്മാണത്തിന് തടസ്സമാകുന്ന ഇതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് സ്ത്രീ തൊഴിലാളികൾ. കഠിനമായ ഒരു വർക്കെന്ന് വെച്ചാൽ പറഞ്ഞ പോരാ, കല്ലുകളും കുറ്റികളും കാടും ആന ഇതിന്റെ എല്ലാ ഇടയിൽ നിന്നാണ് ഈ ഒരു പണി നമ്മൾ ചെയ്യുന്നത്. കുഴിച്ചു വരുമ്പോൾ തന്നെ ഭയങ്കരമായ കല്ലും കുറ്റികളും എടുത്തു വേണം തൊഴിലാളികൾ ഈ പണി ചെയ്യുന്നത്. ഈ പണി ചെയ്തു വന്നാൽ പോലും അവർക്ക് നിശ്ചിതമായ ഒരു തുക ആണ് വേതനമായിട്ട് കണ്ടിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാഠിനമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ തുക നമുക്ക് കിട്ടണം. പറയുന്ന ഒരു 229 രൂപ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വേതനം ഉണ്ടെങ്കിലും ഈ വർക്ക് കണ്ടിട്ട് പറഞ്ഞത് അത്രയും തുക നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. വെച്ചാൽ എത്ര ആയാലും ഒരാൾ ഒരു ദിവസം 2 മീറ്റർ വീതിയിലും 1/2 മീറ്റർ താഴ്ചയിലും ഒരു തൊഴിലാളി പണി ചെയ്യണമെന്നുള്ള ഇതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ എന്തായാലും ഈ പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയധികം കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തിട്ടും തങ്ങൾക്ക് ലഭിക്കേണ്ട വേതനം ലഭിക്കാത്തത് ഏറെ സങ്കടമുണ്ടാക്കുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പൈസ കുറയ്ക്കുമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഷയം. പിന്നെ ഇവിടെ ആനയുണ്ടായിരുന്നു. ഇന്നലെ 7 ആനയുണ്ടായിരുന്നു. ഫോറസ്റ്റുകാരുടെ ഒറ്റ സഹായത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് പോവാൻ തന്നെ ഞങ്ങൾക്കൊരിതായത്. എന്തോ വന്നാലും
ഞങ്ങളുടെ പൈസ കുറയ്ക്കരുത്. ഇത്രയും കഷ്ടപ്പെട്ട് വയ്യാതെ നമ്മളൊക്കെ വന്നത് ഇതുപോലെ ഈ കല്ലും കട്ടയും ഇതുപോലെ ഈ വേരും കുഴിയും കുണ്ടും എല്ലാം ചെയ്ത് ഇത്രയും മാന്തി കുഴിച്ചെടുക്കുന്നത് ആണുങ്ങൾ ചെയ്യാത്ത പണിയായി പെണ്ണുങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് പൈസ കൂടെ കുറയ്ക്കുമെന്ന് വെച്ചാൽ പൈസ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് വരും. പഞ്ചായത്തിൽ വന്ന് ഞങ്ങൾക്ക് ആർക്കും പൈസ വേണ്ട, ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തെന്ന് വയ്ക്കും. പ്രായാധിക്യം പോലും മറന്നാണ് സ്ത്രീ തൊഴിലാളികൾ ഇത്രയധികം കഷ്ടപ്പാട് നിറഞ്ഞ ജോലി ഏറ്റെടുത്തിട്ടുള്ളത്. ജോലിക്കിടെ 3 തവണ കാട്ടാനയെ ഭയന്ന് പണികൾ നിർത്തിവെക്കേണ്ടി വന്നെന്നും തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചലിൽ സൺഫുഡ് കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് CITU തൊഴിലാളികൾ ഫാക്ടറിയുടെ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചു. ഫാക്ടറി ഉടൻ തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CITU നേതാക്കൾ അറിയിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരുടെ നേതൃത്വത്തിൽ CITU തൊഴിലാളികൾ അടച്ചിട്ടിരുന്ന ഫാക്ടറിയുടെ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചു. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ ഇതിനുള്ളിൽ തന്നെ താമസിച്ച് ആഹാരം പാകം ചെയ്ത് കഴിക്കുമെന്നും തൊഴിലാളികൾ അറിയിച്ചു. കുടുംബത്തെ നോക്കാതെ ഈ കമ്പനിക്കകത്ത് ഞങ്ങൾ ചെലവഴിക്കും. ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് നാളെ രാവിലെ കയറാൻ പോവുക. ഞങ്ങൾക്ക് ജോലിയെങ്കിലും ES മരുന്നും ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങി പോവുക. ഞങ്ങൾക്ക് IS ചെന്നാൽ മരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനെ അമ്മയെ നോക്കാനെ കൊണ്ട് ഞങ്ങൾ ഈ ജോലി ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുള്ളൂ. മിനിമം കൂലി കൊടുക്കാതിരിക്കാൻ തൊഴിലുടമ ശ്രമിച്ചതിന്റെ പേരിലാണ് ഫാക്ടറി അടച്ചിടേണ്ടി വന്നത്. CITU നടത്തിയ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ഫാക്ടറി തുറക്കാൻ ഉടമ തയ്യാറായില്ലെന്നും ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ തൊഴിലാളികൾ തയ്യാറായിട്ടും ബന്ധപ്പെട്ടവർ ചർച്ചയ്ക്ക് താൽപര്യം കാണിച്ചില്ലെന്നും CITU താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബാബു പണിക്കർ അറിയിച്ചു. ഫാക്ടറി തുറന്ന് ജോലി ആരംഭിക്കണം, അതിനുവേണ്ടി ഏത് നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ CITU ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഡിമാൻഡ് നോട്ടീസ് മാനേജ്മെന്റിന് കൊടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ തുടർന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് സംബന്ധിച്ച് നോട്ടീസിൽ സൂചന കൊടുത്തിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഞങ്ങളോട് ചർച്ച ചെയ്യാനോ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരത്തിന് ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത്. ഫാക്ടറി തുറക്കാൻ ഉടമ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബാബു പണിക്കർ അറിയിച്ചു. CITU അഞ്ചൽ മേഖലാ പ്രസിഡന്റ് ഹംസ, CITU യൂണിറ്റ് കൺവീനർ ശ്രീദേവി, CITU വില്ലേജ് പ്രസിഡന്റ് തമ്പി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. Premium passion.
from the house of luxury sanitary wares. Style Bath, Kottarakara, Ayur, Punnur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണ്ണമാകൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുത്തറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. Saint Mariam Polytechnic College, Alamkulam, Tengashi. KSCM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രതിഭാസംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. KLDC ചെയർമാൻ ബെന്നി കക്കാട് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാർത്ഥിയായിരിക്കും മാതാപിതാക്കളെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് ആ ജീവിതം തനിക്ക് ഒഴിഞ്ഞു വെക്കുന്ന രീതിയിലേക്കുള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയാണ്. ഇന്ന് മത്സരങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മത്സരിച്ച് മുന്നേറുകയാണ്. നല്ല വ്യക്തിത്വങ്ങളാകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഇന്നേപോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ ക്രിസ്തുവിനെ പഠിപ്പിച്ചു. മറ്റ് പുരോഹിത ശ്രേഷ്ഠന്മാർ, ഹൈന്ദവ രംഗത്തുള്ള ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളുള്ള ആളുകൾ, നീ ഇല്ലാത്തവനെ പരിചരിക്കുവാൻ, അവനെ ഒരു കൈപിടിച്ച് ഉയർത്തുവാനുള്ള സ്നേഹം എന്നുള്ള മനസ്സാക്ഷി, ആ മനസ്സാക്ഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിലുമാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി കേരളത്തിലെ കലാലയങ്ങളിൽ സമാധാനപരമായി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി വന്ന വിദ്യാർത്ഥി സംഘടനയാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് M എന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ചടങ്ങിൽ ഇക്കഴിഞ്ഞ SLC, +2 എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. KSCM ജില്ലാ പ്രസിഡന്റ് M ബിനോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിഫ്സൺ, M അബ്ദുൾ റഹ്മാൻ, K അനിൽ, VA സക്കീർ ഹുസൈൻ, സജി ജോൺ കുറ്റിയിൽ, മാങ്കോട് ഷാജഹാൻ, ജെയിംസ് കക്കാട്, VR നിസാം, ഷാജി കുന്നിക്കോട്, അൻവർ പുന്നല, ഡോൺ സലീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് ഓഫീസ് പത്തനാപുരത്ത് ആരംഭിച്ചു. MP കൊടിക്കുന്നിൽ സുരേഷ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ഓഫീസ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു.
ഇൻഷുറൻസ് മേഖല സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കൂടുതൽ പ്രയോജനം ചെയ്യണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷന് സമീപം ബാബാസാഹിബ് സ്ക്വയറിൽ ആരംഭം കുറിച്ച ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ പുതിയ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റീജിയണൽ മാനേജർ പി ശിവദാസ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിപ്രകാശ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ രാജൻ, ഡിവിഷണൽ മാനേജർ പി ജോണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മലയോര മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു. ഇരുളൻകാട് നിവാസികൾ തെന്മല KCB സെക്ഷൻ ഓഫീസിലെത്തി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. അമ്പനാട്, വെഞ്ചർ, ആനച്ചാടി, ഇരുളൻകാട്, നാഗമല തുടങ്ങിയ തോട്ട മേഖലകളിൽ ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിയതാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത്. ഇരുളൻകാടിൽ കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി വൈദ്യുതി എത്തിയിട്ടില്ല. ഇത് പരിഹരിക്കാൻ KCB യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സെക്ഷൻ ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB അനിമോൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ആര്യങ്കാവ് പഞ്ചായത്തിലെ തോട്ടം മേഖലകളും ഇരുളൻകാട് പോലുള്ള മലയോര മേഖലകളും കാർമേഘം ഇരുണ്ടുകൂടിയാൽ വൈദ്യുതി പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ അവസ്ഥയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരുളൻകാട് പ്രദേശത്തെ ബ്ലാപ്പറട്ട് അടക്കമുള്ള പ്രദേശത്ത് 4 ദിവസമായി വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ്. ആനയും പുലിയും പന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും വിഹരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി കൂടി ഇല്ലാതായാൽ ഉണ്ടാവുന്ന അവസ്ഥ സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ന് തന്നെ ഈ സമരത്തിൽ ഇന്നിവിടെ രാത്രിയിൽ 4 ദിവസമായി കറണ്ടില്ലാതെ വന്നു. 4 ദിവസം ഇലക്ട്രിസിറ്റി തെന്മല ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകാത്തതിന്റെ പേരിലാണ് നേരത്തെ KCBയുടെ ജീപ്പ് നാട്ടുകാർ നെടുമ്പാറയിൽ വെച്ച് തടഞ്ഞിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ കിഴക്കൻ മലയോര മേഖലകളിൽ വൈദ്യുതി കൂടി ഇല്ലാതായതോടെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. തെന്മല KCB സബ്സ്റ്റേഷൻ നിലവിൽ വന്നതോടെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് KCB അവകാശപ്പെട്ടിരുന്നെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെയാണ്. ഇതുകൂടാതെ ഇടമൺ, തെന്മല, ആര്യങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും താറുമാറായിരിക്കുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വനത്തിലൂടെ വലിച്ച 11 kV ലൈനുകൾ അതേപടി നിലനിർത്താനാണ് KCB ശ്രമിക്കുന്നതെന്നും ഇതിലൂടെ മെയിന്റനൻസ് വകയിൽ കരാറുകാരെ സഹായിക്കുകയാണെന്നും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. തെന്മല KCB സെക്ഷൻ വിഭജിക്കണമെന്നും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുമാണ് KCB അധികൃതരുടെ ആവശ്യം. നിലവിലെ ഫീഡറുകളുടെ ലോഡ് ഇപ്പോൾ തന്നെ അധികമാണെന്നും വനമേഖലയിലൂടെയുള്ള ലൈനുകളായതിനാൽ ഒഴിവാക്കാനാകില്ലെന്നുമാണ് KCBയുടെ വാദം. കഴിഞ്ഞ മാസം തെന്മല സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ വൈദ്യുതി മന്ത്രി സെക്ഷൻ വിഭജനത്തിന് മുൻകൈ എടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ഇതിന്റെ പ്രപ്പോസലുകൾ പലതും ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വൈദ്യുത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും KCB അധികൃതരും ചേർന്ന് യോഗം വിളിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ചന്തമുക്കിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലളിതാഭായി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ചന്തമുക്കിൽ സംഘടിപ്പിച്ച യോഗ ക്ലാസ് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ലളിതാഭായി ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടൻപിള്ള ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു. ചടയമംഗലം ജ്ഞാനാനന്ദ ആശ്രമത്തിലെ ദയാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതിക്ക് അപ്പുറത്തേക്ക് ജീവൻ എത്തണം. അവിടെയാണ് ജീവിതത്തിന്റെ അഥവാ ജീവന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം. അപ്പം പ്രകൃതിയും പുരുഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, അല്ലെങ്കിൽ പ്രകൃതിയും ജീവനും തമ്മിൽ എന്താണ് ബന്ധം, എങ്ങനെ അത് നിലനിൽക്കുന്നു? മനസ്സാണ് പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം മനുഷ്യൻ എന്ന വിശേഷണത്തോടുകൂടി അറിയപ്പെടുന്ന ഈ ജീവി ഈ മനസ്സിനെ സംസ്കരിക്കുന്നു. മനസ്സ് നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയുടെ ഒരു അംശമാണ്. യോഗ ശരീരത്തിനെ പോലെ മനസ്സിനും ഉത്തമമാണെന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞു. ഹരികുമാർ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നെടുമ്പാറ മാമ്പഴത്തറ റോഡിന്റെ അടങ്കൽ നിർണയവും സർവേയും ആരംഭിച്ചു. ദിവസവും 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ് ബന്ധപ്പെട്ട സംഘം സർവേ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്യാം ഡിസൈനേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ഏജൻസിയാണ് നെടുമ്പാറയിലെത്തി റോഡിന്റെ സർവേ ആരംഭിച്ചത്. നേരത്തെ PMGRY കൊല്ലം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പുനലൂർ MLA ഉൾപ്പെടെയുള്ളവർ റോഡിൽ പരിശോധന നടത്തിയിരുന്നു. റോഡിന്റെ നീളം 10.5 കിലോമീറ്ററാണ്. 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ അടങ്കൽ തുക 15 കോടിയാകുമെന്നാണ് സൂചന. ദിവസവും 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ് സർവേ നടക്കുന്നത്. സർവേ സംഘം നാഗമലയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അടങ്കൽ നിർണയം PMGSYയുടെ ദില്ലിയിലെ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അനുമതി വാങ്ങേണ്ടതുണ്ട്. പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കൊല്ലം MP NK പ്രേമചന്ദ്രന് അഭിനന്ദനം അറിയിക്കുന്നതായി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അറിയിച്ചു. നിരവധി പ്രാവശ്യം ഇവിടെ ജയിച്ചു വന്ന MPമാരോടും ജനപ്രതിനിധികളോടെല്ലാം നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇവിടെ വിജയിച്ചു പോയ പീതാംബരക്കുറുപ്പ് എംപിയുടെയും കൊടിക്കുന്ന് സുരേഷ് എംപി ആയിരുന്നപ്പോഴല്ലേ ഇതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ബഹുമാനായ MP ശ്രീ NK പ്രേമേന്ദ്രൻ അദ്ദേഹം ജയിച്ചു വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായത്. ഗ്രാമീണ സടക്ക് യോജനയുമായി ബന്ധപ്പെട്ട റോഡുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉൾപ്പെടുന്ന പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട നിരവധി റോഡുകൾ ഇത്തരത്തിലെടുക്കാനുള്ള സംവിധാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ ചിരകാഭിലാഷം എന്നുള്ള നിലയിൽ ഈ ജനപ്രതിനിധികളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നിരന്തരമായ ആവശ്യം എന്നുള്ള നിലയിൽ നെടുമ്പാറ നാഗമല മാമ്പഴത്തറ റോഡ് 10 കിലോമീറ്റർ ദൂരം ഏതാണ്ട് 11 കിലോമീറ്ററുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും സംഘത്തോടൊപ്പം എത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. K. ശശിധരനെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ്, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം സിബിൽ ബാബു എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 2222 തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പത്തനാപുരം പോലീസ് അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് വിവരശേഖരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവരശേഖരണം പൂർത്തിയാക്കിയാലുടൻ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യും. പത്തനാപുരം ജനമൈത്രി പോലീസിന്റെയും കരവാളൂർ അക്ഷയ ഈ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തിയ ശേഷമാണ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇവർക്കിടയിലെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് വിവരശേഖരണം നടത്തി കാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നടന്ന വിവരശേഖരണ ക്യാമ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്തു വരുന്ന 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. വിവരങ്ങൾ നൽകാത്ത തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജനമൈത്രി CRO വസന്തകുമാർ പറഞ്ഞു. ഇന്നടുത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ജോലി ചെയ്ത ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റെക്കോർഡുകൾ വിടുകയും അവരാരാണ് എവിടെയാണ് എന്താണെന്ന് ഉള്ള ഒരു രേഖ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രേഖയും ഒരു ഇതും ഇല്ലാതെ വന്ന് പല ആളുകളും ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. കാർഡ് കൈവശം ഇല്ലാത്തവരുടെ നമ്മളിവിടെ പെറ്റി കേസുകളോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഒരു ഉദ്ദേശം. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ബിജു ബി നായർ, സന്തോഷ്, കമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ സെന്റ് ജോൺ സെൻട്രൽ സ്കൂളിന്റെ ബസ്സുകൾ ABVP പ്രവർത്തകർ തടഞ്ഞു. സ്കൂൾ ബസ്സിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. സ്കൂൾ ബസ്സിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നുവെന്നാരോപിച്ച് ABVP പ്രവർത്തകർ സ്കൂൾ ബസ്സുകൾ സ്കൂൾ കവാടത്തിൽ തടഞ്ഞിട്ടു. ഏകദേശം 20 മിനിറ്റോളം നീണ്ട സമരത്തിനൊടുവിൽ അഞ്ചൽ SI CK മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും സമരക്കാരെ നീക്കുകയുമായിരുന്നു. സെന്റ് ജോൺ സ്കൂൾ മാനേജ്മെന്റ് കാണിക്കുന്ന നിയമ നിഷേധത്തിനെതിരെ വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുമെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന ജോയിന്റ് കൺവീനർ B ബബിൽ ദേവ് അറിയിച്ചു. കുറെ വർഷക്കാലമായിട്ട് സെന്റ് ജോൺ സ്കൂളിനെതിരെ നിരന്തരം നിൽക്കുന്നൊരു പരാതി, അവിടെ വിദ്യാർത്ഥികളിൽ നിന്നും പിഴിഞ്ഞ് കാശ് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്കൂളിനകത്ത് 10 വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ട ബസ്സാണെങ്കിൽ അതിനു പകരം 30 വിദ്യാർത്ഥികൾ 40 വിദ്യാർത്ഥികളെ കുത്തി നിറച്ചുകൊണ്ട് അധികാരികൾക്ക് കാശ് കൊടുത്തുകൊണ്ട് അവരെ കൈക്കലാക്കിക്കൊണ്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് വർഷങ്ങളായിട്ട് ABVP നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതാണ്. ഇതുവരെയും ഒരു പരിഹാരം കാണാതെ വിദ്യാർത്ഥികൾ ആവശ്യമായ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ അധികാരിയായിട്ടുള്ള ബെർസാറച്ചൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ, ഇവിടുത്തെ അധ്യാപകർക്കെതിരെ, ഇവിടുത്തെ നാട്ടുകാർക്കെതിരെ ഒക്കെ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സഭാ സ്ഥാപനങ്ങളിൽ ഇത്തരമൊരു തെമ്മാടിത്തം കാണിക്കുന്നതിന് ABVPക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ഓരോ സ്ഥലത്തും ഓരോ സെന്ററുകളിലും അധ്യാപകരെയും അവിടുത്തെ രക്ഷിതാക്കളെയും കൂട്ടിക്കൊണ്ട് ABVP വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് പുതുതായി ആരംഭിച്ച കേരള ഫാഷൻ ജുവലറി KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച കേരള ഫാഷൻ ജുവലറിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശ്വേത മേനോന്റെ സാന്നിധ്യത്തിൽ KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുളത്തൂപ്പുഴയിൽ കാട്ടാനകളെ തുരത്താൻ കിടങ്ങ് നിർമ്മിക്കാൻ വളയിട്ട കൈകളുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. 80 സ്ത്രീ തൊഴിലാളികളാണ് കിടങ്ങ് നിർമ്മാണത്തിന് രംഗത്തെത്തിയത്. അഞ്ചൽ സെന്റ് ജോൺസ് സെൻട്രൽ സ്കൂളിന്റെ ബസ്സുകൾ ABVP പ്രവർത്തകർ തടഞ്ഞു. സ്കൂൾ ബസ്സിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം.
കിഴക്കൻ മലയോര മേഖലയിൽ വൈദ്യുത മുടക്കം പതിവാകുന്നു. ഇരുളൻകാട് നിവാസികൾ തെന്മല KSEB സെക്ഷൻ ഓഫീസിൽ എത്തി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഐ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.